പരമ്പരാഗത പാതയിലെ തീർത്ഥാടനം ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ പാടില്ലെന്ന് ഹൈക്കോടതി. വണ്ടിപ്പെരിയാർ സത്രം, പുൽമേട്, എരുമേലി വഴിയുള്ള തീർത്ഥാടനമാണ് നിർത്തിവെച്ചത്. കാലാവസ്ഥ പരിഗണിച്ചാണ് താൽക്കാലിക നിർദ്ദേശം. ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഇക്കാര്യത്തിൽ കോടതി എന്താണ് പറഞ്ഞത്? ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇന്നിപ്പോൾ കോടതി ഈ വിഷയങ്ങൾ പരിഗണിച്ചിരുന്നു. പരമ്പരാഗത പാതയിലെ തീർത്ഥാടനം ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. കാലാവസ്ഥ പരിഗണിച്ചാണ് താൽക്കാലികമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനി ഒരു ഉത്തരവ് വരെ, അതായത് ഹൈക്കോടതി ഉത്തരവിടും വരെ ഇത്തരത്തിൽ തീർത്ഥാടനം, ഈ പരമ്പരാഗത പാതയിലെ തീർത്ഥാടനം പാടില്ല. കളക്ടർമാർ ഇക്കാര്യം ഉറപ്പുവരുത്തണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർ ഇതിൽ നടപടി സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് കോടതി ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. വണ്ടിപ്പെരിയാർ സത്രം, പുൽമേട്, എരുമേലി വഴിയുള്ള തീർത്ഥാടനമാണ് നിർത്തിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ എരുമേലി ശരംഗത്തിലുമായി ബന്ധപ്പെട്ട് വഴിപാട് സാധനങ്ങൾക്ക് അധിക വില ഈടാക്കുന്ന സംഭവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഹർജി ഏതായാലും വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ കളക്ടർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റൊന്ന്, ശബരിമലയിലെ ഭക്തർക്ക് സുരക്ഷിത തീർത്ഥാടനം ഒരുക്കണം എന്ന് ജില്ലാ കളക്ടർമാർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലാ കളക്ടർമാർക്കാണ് ഇത്തരത്തിൽ കോടതി നിർദ്ദേശം നൽകിയത്. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം ഭക്തരെ അറിയിക്കണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വിഷയം കോടതി ഇന്ന് പരിഗണിച്ചത് പ്രായമായവർക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ സംബന്ധിച്ച് കോടതി ഉത്തരവ് നേരത്തെ ഉണ്ടല്ലോ, പിന്നെ ഏത് സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ചും കോടതി വിശദീകരണം നേടിയിട്ടുണ്ട്. ശരി ഷബ്ന.